Hi friends, welcome back. 20,000 രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ ഒരു 15,000 20,000 ആ റേഞ്ചിലൊക്കെ ഒരുപാട് നല്ല ഫോണുകൾ ഇപ്പോൾ വന്നു തുടങ്ങി. വിവോയുടെ ഫോണുകൾ വരെ നല്ല ഫോണുകളായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വിവോ പുതിയൊരു ഫോൺ കൊണ്ടുവന്നിരിക്കുകയാണ് Y35. ഈ ഫോൺ എങ്ങനെയുണ്ടാവും? നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അതാണ് പരിശോധിക്കാൻ പോകുന്നത്. സ്റ്റൈലിഷ് ട്രെൻഡി അപ്പിയറൻസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതായത് ട്രെൻഡി ആയ ബോക്സി സ്റ്റൈൽ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി കളറൊക്കെ ഒരു അലയടിക്കുന്ന പോലെ ഒരു കളർ എഫക്റ്റ് ഒക്കെ കാണാം. നിങ്ങൾക്ക് എങ്ങനെ കളർഫുള്ളായ ഒരു സ്റ്റൈലിഷ് ആയ ഫോണിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണ്, ബട്ട് എങ്കിലും അത് നല്ല ഒരു ഡിഫറൻ്റ് ആയ ഒരു ഭംഗിയിൽ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. 8.28 mm ആണ്. അപ്പോൾ സ്ലിം ആയൊരു ഫോണാണ്. 188 ഗ്രാം വെയിറ്റ് ഒക്കെ ഉള്ളൂ. സോ ഓവർ വെയിറ്റ് ഇല്ല. ഓവറോൾ ഡീസൻ്റ് ആയ കംഫർട്ടബിൾ ആയ ഒരു ഫോണാണ്. ഗോൾഡ് ബ്ലാക്ക് രണ്ട് കളറിലാണ് വരുന്നത്. ഗോൾഡ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ വരുന്നത്. വോളിയം ബട്ടണുകൾ നിങ്ങൾക്ക് കാണാം. താഴെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. ടോപ്പിൽ സിം ട്രേ വരുന്നു. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ. ഫ്രണ്ടിൽ LCD ഡിസ്പ്ലേ ആണ്. ഒരു നോച്ച് ഡിസൈനിൽ വരുന്നു. ഇപ്പോൾ ഈ റേഞ്ചിൽ പല ബ്രാൻഡുകളും നോച്ച് ഡിസൈനിലേക്ക് വരുന്നു. ഒരുപാട് ഫോണുകൾ അങ്ങനെ വരുന്നു. സോ എന്താണ് ഈ നോച്ച് ഡിസൈൻ ഇപ്പോൾ ട്രെൻഡ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? തീർച്ചയായിട്ടും അഭിപ്രായം കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ പെർഫോമൻസ് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. എന്താ കണ്ടോ, വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ കാണിച്ചു തരുന്നത്. കണ്ടോ, വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ. ഫേസ് അൺലോക്കും ഒരു കുഴപ്പമില്ല. സോ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി ഇതിൻ്റെ ബോക്സിനകത്ത് വേറെ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോക്സിനകത്ത് കേസിനകത്ത് കുറച്ച് ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചാർജർ 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിൻ്റെ ഒപ്പം കൊടുത്തിരിക്കുന്നത്. അതേപോലെ ടൈപ്പ് സി കേബിളും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഒരു സിം ടൂളും. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് Snapdragon 680 എന്ന പ്രൊസസ്സറാണ്. സോ ഈ പ്രൊസസ്സർ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസ് കിട്ടും. വലിയ മികച്ച പെർഫോമൻസ് അല്ല, അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താനുള്ള ഒരു പെർഫോമൻസ് ആണ് കിട്ടുകയുള്ളൂ. സോ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനും ഉണ്ട്. FunTouchOS 12 ആൻഡ്രോയിഡ് 12 ബേസ്ഡ് തന്നെയാണ് വരുന്നത്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും എക്സ്റ്റെൻഡ് റാം 3.0 വരുന്നുണ്ട്. അതായത് 8 GB റാമിലാണ് ഈ ഫോൺ വരുന്നത്. ഒറ്റ വേരിയൻ്റേ ഉള്ളൂ. ആ 8 GB റാമിൻ്റെ ഒപ്പം സ്റ്റോറേജിന് ഒരു 8 GB റാം കൂടി വേണമെങ്കിൽ നിങ്ങൾക്കിത് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് 16 GB റാമിൻ്റെ ഫോൺ പോലെ ഉപയോഗിക്കാം. അതിൻ്റെ ഒന്നും ഒരാവശ്യം വരുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എങ്കിലും ആ സംവിധാനങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസും വലിയ പ്രശ്നമില്ല. അത്യാവശ്യം ഇതുപോലുള്ള ഗെയിമുകളൊക്കെ നൈസായിട്ട് കളിക്കുകയും ചെയ്യാം. ഓവർ ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും ഈ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് എനിക്ക് വന്നില്ല. നോർമൽ യൂസിലായാലും വേറെ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 2 സിമ്മും ഒരു മെമ്മറി കാർഡും. നിങ്ങൾക്ക് 3ഉം ഒരുമിച്ച് ഉപയോഗിക്കാം. അതൊരു നല്ല കാര്യമായ എന്തായാലും. സോ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവറോൾ സെറ്റപ്പാണ്. ഡിസ്പ്ലേ നോച്ച് ഡിസൈനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഫ്രണ്ടിലെ ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഇത്തിരി ബെസൽസ് ഒക്കെ കൂടുതലായിട്ടാണ് തോന്നുന്നത്. നോച്ച് ഡിസൈൻ ഓവറോൾ. ഇതിൻ്റെ പ്രൈസ് എനിക്കിപ്പോഴേക്ക് അറിയില്ല. അതറിയുമായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഇത് കൊള്ളില്ല എന്ന് നമുക്ക് പറയാമായിരുന്നു. ഇതിൻ്റെ വില നിങ്ങൾ നോക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. വില ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 8 GB റാം 128 GB സ്റ്റോറേജിൻ്റെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒറ്റ വേരിയൻ്റേ ഉള്ളൂ. എന്തായാലും ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. വൈഡ് വൻ L1 സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. 90 Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. 550 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയ സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഓവറോൾ ഡീസൻ്റ് ആയ ഒരു ഡിസ്പ്ലേ ആണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് HDR 4K ഒന്നും കാണാൻ പറ്റില്ല. നോർമലി ഫുൾ HD 60 FPS വരെ കാണാം. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും ഡിസ്പ്ലേയുടെ ഭാഗത്തില്ല. നന്നായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ 50 MP മെയിൻ ക്യാമറ, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അടക്കമാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസ്ഡ് ആയി വീഡിയോസ് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത്. ഈ രീതിയിലുള്ളൊരു വീഡിയോ ക്വാളിറ്റിയാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഫുൾ HD 30 FPS വരെയാണ് നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. നമ്മൾ ഫുൾ HD 60 FPS മാറ്റിയാൽ നേരെ HD മാറുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഫുൾ HD 30 FPS അതാണ് ഇതിൻ്റെ മാക്സിമം ഷൂട്ടിംഗ് കപ്പാസിറ്റി. ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD 30 FPS തന്നെയാണ്. സോ 4K പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. ബട്ട് കിട്ടുന്ന ഇമേജ് ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നന്നായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ഇമേജുകളും ഈ കാണുന്ന തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇത് മെയിൻ ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നല്ല ലൈറ്റ് ഉള്ളപ്പോഴുള്ള വീഡിയോ ക്വാളിറ്റിയാണ്. ഓഡിയോ ക്വാളിറ്റി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട് ക്യാമറ 16 MP ആണ്. സെൽഫി ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം സെൽഫി വീഡിയോ ക്വാളിറ്റി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നാലുള്ള സെൽഫി ക്യാമറ ഇമേജുകളും അതേപോലെ വീഡിയോ ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ് സെൽഫി ക്യാമറ തരിക. എങ്ങനെയുണ്ട്? എന്നാലും ക്യാമറ കൊള്ളാം, വലിയ മോശമൊന്നും പറയാനില്ല. തരക്കേടില്ലാത്തൊരു ക്യാമറയാണ്. നമ്മളൊരു 15-18 ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ വലിയ തരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണെന്ന് നമുക്ക് പറയാം.
പിന്നെ ഇതിനകത്ത് ക്യാമറയിൽ നമുക്ക് ബോക്കെ ഫ്ലെയർ പോർട്രേറ്റ് മോഡ്, അതേപോലെ തന്നെ മൾട്ടി സ്റ്റൈൽ പോർട്രേറ്റ്, വീഡിയോ, ഫേസ് ബ്യൂട്ടി അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. വേണമെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. ബാറ്ററി 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 44 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 70% 34 മിനിറ്റ് കൊണ്ട് ചാർജ് ആവും. സോ അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ഉള്ള നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോണാണ്. ബാറ്ററി ലൈഫിലൊന്നും വേറെ പ്രശ്നങ്ങളില്ല. ഇനി ഇതിൽ ചില സ്പെഷ്യൽ ഫീച്ചറുകൾ, ഓഡിയോ ബൂസ്റ്റർ പോലെ ഓഡിയോ ക്വാളിറ്റിയൊക്കെ ഇത്തിരി ബെറ്റർ ആക്കാൻ വേണ്ടുന്ന സംവിധാനമൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ക്വാളിറ്റി കേട്ട് നോക്കാം. സോ ഓഡിയോ ക്വാളിറ്റി മനസ്സിലായല്ലോ. സ്റ്റീരിയോ സ്പീക്കറൊന്നും വരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കാം. പിന്നെ ഇതിനകത്ത് ഗെയിം കളിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അൾട്രാ ഗെയിം മോഡ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻ, സ്ക്രീൻ റെക്കോർഡിംഗ് അടക്കമുള്ള ഒരുപാട് ഓപ്ഷനുകൾ കാണാം. ഗെയിം ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പവർ സേവിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പലതരത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗെയിം അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. സോ ആ രീതിയിലുള്ള സെറ്റപ്പുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇനി 1-2 ചെറിയ കാര്യങ്ങൾ. OTG സപ്പോർട്ട് വരുന്നുണ്ട്. ക്യാമറ ടു API ലെവൽ 3 തന്നെ വരുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. സാർ വാല്യൂ 1.12 ഹെഡ് സാർ വാല്യൂ, 0.82 ബോഡി സാർ വാല്യൂ. സോ അതും ലിമിറ്റിനകത്ത് തന്നെ വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോഴും നിങ്ങൾക്ക് ഓക്കെ, ഇതിൻ്റെ പ്രൈസ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്തായാലും ഇനി പറയാൻ പോകുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇതൊരു 4G ഫോണാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഫോൺ എടുക്കുമോ? സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വിവോ ഇങ്ങനൊരു ഫോൺ ഇറക്കുന്നതിനെക്കുറിച്ച്, ഇനിയും 4G ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറക്കുന്നതിനെക്കുറിച്ച്, അങ്ങനെ ഇറക്കിയാൽ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഈ ഫോൺ 4G ഫോണാണെന്ന് മറക്കണ്ട. വാങ്ങിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിച്ചിട്ട് വാങ്ങിക്കുക, ഇത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ള കാര്യം. സോ അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.